ദേശീയപാതയിൽ വിള്ളലുണ്ടായതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമോ എന്നാണ് ചോദ്യം. സുജയ, കേന്ദ്രത്തിന് മാത്രമാണ് ഉത്തരവാദിത്വം സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചത്. ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടൊന്ന് സമ്മതിച്ചു തരണം. കാരണം ഇപ്പോഴുണ്ടായ അപാകതകൾ വിള്ളൽ വീണതിന്റെ അല്ല, ദേശീയപാതയുടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ നിർമ്മാണം അടക്കം എല്ലാം കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന്. അപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും ഫ്ലക്സ് വെക്കാനായിട്ട് ദയവേദ ഫ്ലക്സ് നിർമ്മാണ പ്രക്രിയയുടെ ഉത്തരവാദിത്വമായിട്ട് 6000 കോടി തിരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ആരുടെയും ഭവനത്തിൽ നിന്ന് എടുത്തതല്ല എന്ന് ശരി, നിങ്ങളുടെയൊക്കെ ടാക്സ് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യം പൂർത്തിയാക്കട്ടെ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. എന്റെ സമയം കളയാൻ താങ്കൾ ഇടപെടുന്ന താങ്കളുടെ പതിവ് തന്ത്രം ഇവിടെ നടക്കില്ല. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല, പൊതുമരാമത്ത് വകുപ്പിനും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നതിനൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്, എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. ഇത്രയും മുഖ്യമന്ത്രി പറഞ്ഞ ഇന്ന് നമ്മുടെ മുന്നിലുള്ള പബ്ലിക് ഡൊമൈനിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഞാൻ എന്താണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്, നേരത്തെ മാഡം പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ട് പറയാം. 2024 നവംബർ മാസം 24-ാം തീയതി മുഹമ്മദ് റിയാസ് കൃത്യമായി പറഞ്ഞ വാചകം ഇതാണ്: സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒരു മനസ്സും ഒരു ശരീരവുമായി ഒത്തൊരുമിച്ച് നിന്നാണ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഓരോ 2 ആഴ്ചയും അവലോകനം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയുള്ള അവലോകനം. എല്ലാം നിർമ്മിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദേശീയപാത അതോറിറ്റിയാണ്. കേന്ദ്ര സർക്കാരെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും വകുപ്പുകളും എല്ലാം കയറി വന്നിങ്ങനെ അവലോകനം ചെയ്യുന്നത്? എന്താണ് ഇതിൽ ഇത്രയ്ക്ക് അവലോകനം ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്? അപ്പോൾ ഈ അവലോകനം ചെയ്യുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവലോകനവും ഇല്ല, മുഖ്യമന്ത്രിയും ഇല്ല, വകുപ്പുകളുമില്ല, ഒന്നുമില്ല. എല്ലാം നമ്മളങ്ങ് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. വിഴിഞ്ഞം കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയിലേക്ക് നിങ്ങൾ നോക്കൂ. എല്ലാ പ്രസംഗവും റിയാസ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ്. ആൻഡ്രോ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അന്നൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും മുഹമ്മദ് റിയാസിന് തന്നെയാണ്. ഈ വർഷം തന്നെ ഏപ്രിൽ 29-ന്, കഴിഞ്ഞ മാസം ഏപ്രിൽ 29-ന് ഉള്ളിയേരിയിൽ, അതായത് സ്വന്തം മണ്ഡലത്തിൽ പോയി മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത 66 എന്നാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സ്വപ്നമല്ലേ, കേന്ദ്രത്തിന്റെ സ്വപ്നമായിട്ട് മാറിയോ എന്നതാണ് എന്റെ ചോദ്യം. അപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയാകുന്ന ഡേറ്റ് അടക്കം പ്രഖ്യാപിക്കുന്നത് ഗഡ്കരിയല്ല, നിതിൻ ഗഡ്കരി ഇതുവരെ ഈ ദിവസമാണ് ദേശീയപാത 66-ന്റെ നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2026 മാർച്ചിന് മുമ്പ് കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടനം നടത്താൻ പോകുന്നുവെന്ന് പല വേദികളിലായിട്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞതിന്റെ സൗണ്ട് ബൈറ്റ്സ് കിടപ്പുണ്ട്, പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. ഞാനിത് എവിടെ നിന്ന് ഉണ്ടാക്കി പറയുന്നതല്ല. ഏപ്രിൽ 29-ന് ഉള്ളിയേരിയാണ് സ്ഥലം, എടുത്തു നോക്കാം. സ്വന്തം മണ്ഡലത്തിൽ പോയി മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചതാണ്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും, 2026 ജനുവരിയിലായിരിക്കും ഇത് നാടിന് സമർപ്പിക്കുക എന്നതാണ് അടുത്ത സൗണ്ട് ബൈറ്റ്. മുഹമ്മദ് റിയാസ് നവംബർ 24-ാം തീയതി വളാഞ്ചേരി വട്ടപ്പാറ ഈ ദേശീയപാത നിർമ്മാണ പ്രദേശത്തേക്ക് പോയി അവിടെ ആ പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ്: കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പദ്ധതി 2026-ലെ പുതുവർഷ സമ്മാനമായിട്ട് നാടിന് ഞാനങ്ങ് കൊടുക്കും. എങ്ങനെ കൊടുക്കും? സ്വന്തം പദ്ധതിയാണോ? അങ്ങ് കൊടുക്കും എന്ന് പറയും. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കൊടുക്കും എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്വവും അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് എടുക്കണം. അല്ലാതെ അത് പറ്റില്ല. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ ക്രെഡിറ്റ് എല്ലാം അങ്ങ് എടുക്കുകയും ഇഷ്ടം പോലെ ഡ്രോൺ ഷോട്ട്സ് അടക്കം വെച്ചുകൊണ്ടുള്ള റീൽസും അതുപോലെ തന്നെ പരസ്യവും ഫ്ലക്സും എല്ലാം നാടുനീളെ വെച്ചു. ഹൈക്കോടതി ഉത്തരവുള്ളതാണ്, അതൊക്കെ മറികടന്നാണ് ഇത്രയും ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വരെ എത്ര ഫ്ലക്സ് ആണ് മുഹമ്മദ് റിയാസിന്റെ പടമുള്ളത്. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നും ആരും കാണരുത്, അതൊന്നുമല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ പൊതുമരാമത്ത് മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പോൾ ഉത്തരവാദിത്തത്തോടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ റോഡ് തിരിച്ചങ്ങ് കൊടുപ്പിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുടേതാണ്, കേന്ദ്രത്തിൻ്റെതാണ്, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കൊണ്ടങ്ങ് തിരിച്ചു കൊടുപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയിൽ കാണുന്നത് പോലെ ആ തലയുടെ പ്രതിമയുണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ കൊടുക്കാനുള്ളതൊന്നും അല്ല എന്നതാണ് എനിക്ക് ഡോക്ടർ അരുണിനോട് പറയാനുള്ളത്. അങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല. നാട്ടുകാർ ഈ പ്രചാരണം എല്ലാം കണ്ടതാണ്. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിൽ ഒരു വിശദീകരണം. സുരേഷ് ഗോപി പറഞ്ഞത് DPR-നെ കുറിച്ചാണ്. അതേ അപാകതയെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോ സാർ. NHAയുടെ റെസിഡന്റ് എഞ്ചിനീയർ, കേരളത്തിലെ ഈ നിർമ്മാണ പ്രവൃത്തികളുടെയൊക്കെ ചുമതലപ്പെട്ട ആളായി പറയേണ്ട ആൾ മനോജ് കുമാറാണ്. മനോജ് കുമാർ ഇന്ന് മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറത്ത് മനോജ് കുമാർ കൊടുത്ത സൗണ്ട് ബൈറ്റും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഫോൾട്ടിയാണ് എന്ന് കൂരിയാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് DPR ഫോൾട്ടിയാണ് എന്ന് പറയുന്നത് NHAയുടെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെയാണ്. അയാളെ കോട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് പ്രതികരണം നടത്തിയത്. സുരേഷ് ഗോപി ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത്. സുരേഷ് ഗോപി
ആരുടെ കുറ്റമാണെന്നുള്ളതല്ലോ സുരേഷ് ഗോപി ചോദ്യത്തിലേക്ക് ഞാൻ വന്നോളാം. നിങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ ABC എഴുതുകയല്ലോ. നിങ്ങൾക്ക് തോന്നിയതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്റെ പോയിന്റ് ഞാൻ പറയും. നിൽക്ക് ഡോക്ടർ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ DPR ഫോൾട്ടി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് NHAയുടെ റെസിഡന്റ് എഞ്ചിനീയർ ആണ്. അത് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ സുരേഷ് ഗോപി വലിയ കുറ്റക്കാരൻ. അങ്ങനെ സുരേഷ് ഗോപി നോക്കണ്ട, അങ്ങനെ കുറ്റക്കാരനെ നോക്കണ്ടെന്നേ. അപ്പോൾ ഈ DPRൽ അല്ലെന്നേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴേക്കും ഇതിന്റെ ഈ റോഡിന്റെ ക്രെഡിറ്റ് കൂടി കേന്ദ്രത്തിന് അങ്ങ് കൊടുക്കണം. അല്ലാതെ ക്രെഡിറ്റ് എനിക്കും മുഹമ്മദ് റിയാസിനും എന്ന് മുഖ്യമന്ത്രി പറയുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ ഇത് വേണ്ട, ഇത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ജൂനിയർ മാൻഡ്രേക്ക് പോലെ അങ്ങനെ നാട്ടുകാരെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത് ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. പാത ഇരട്ടിപ്പിക്കാനായിട്ട് നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് ഒരു വികസനം നടപ്പാക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തുള്ളത് എന്നാണ് പറഞ്ഞത്. അത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നേ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ മാത്രമൊന്നുമല്ല വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടത്. UDF-നോടുള്ള ഒരു ഉപദേശമായിട്ട് പറയട്ടെ. കൂരിയാടാണല്ലോ ഇപ്പോൾ മനോജ് കുമാർ പറഞ്ഞത് ഈ DPRൽ ഫോൾട്ടിയാണ്, മാറ്റം വന്നു എന്ന്. കൂരിയാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂരിയാട് മാറ്റം വരുത്തിയതിനാ അവിടുത്തെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് കൂരിയാട് മാറ്റം വരുത്തിയത്. കൂരിയാട് അടക്കമുള്ള ഭാഗം കേന്ദ്ര സർക്കാരല്ല, ആൻഡ്ര സാർ ഈ പറയുന്ന ആവേശമൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ തീരു സാറേ. കാരണം ഈ കൂരിയാട് അടക്കമുള്ള ഭാഗങ്ങളിൽ ഇന്ന മാറ്റങ്ങൾ വേണമെന്ന് ഈ 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്ന അവലോകനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ അവലോകനം നടത്തിയതിനു ശേഷം കൊടുത്ത കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് അടുത്ത ദിവസം കേന്ദ്രം പുറത്തു വിടുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ മലപ്പുറം കൂരിയാട്, കണ്ണൂർ കുപ്പം ഈ 2 പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നാശനഷ്ടം വരുമ്പോഴേക്കും അതെല്ലാം കേന്ദ്രം അങ്ങ് എടുത്തോളൂ എന്ന് പറയുന്നു. ശരി, കേന്ദ്രം ഇങ്ങ് എടുക്കുകയാണെന്നേ. ഈ റോഡ് കേന്ദ്രം ഇങ്ങ് എടുത്തു. ഈ റോഡിലെ അപാകതകളെല്ലാം പരിഹരിച്ച് ദേശീയപാത പ്രധാനമന്ത്രി വന്ന് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ NH-66ന്റെ ഫ്ലക്സ് വെക്കാനായിട്ട് ആ ഫ്ലക്സ് നിർമ്മാണ പ്രക്രിയയുമായിട്ട് മുഹമ്മദ് റിയാസ് വരരുത് എന്നത് മാത്രമാണ് എന്റെ അഭിപ്രായം. ഇവിടെ NHAക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, കരാറുകാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. യൂണിയൻ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതിൽ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ പരാതി കൊടുത്ത് 24 മണിക്കൂറിനകം അതിൽ റിപ്പോർട്ടിന്മേൽ അതിന്മേൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ സെൻട്രൽ ഗവൺമെന്റ് ടെൻഡേഴ്സിനുള്ള ഡീബാറിംഗ് അടക്കം വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തെ ഉത്തരവാദിത്വമാക്കിയ ചോദ്യം. നടപടി എടുത്തു കേന്ദ്രം എന്ന് മറുപടി. സുജയതന്റെ ഉത്തരവും പറഞ്ഞു, ചോദ്യവും പറഞ്ഞു. അത് ക്ഷമിക്കും, പക്ഷേ അവാസ്തവം ക്ഷമിക്കൂല. അല്ല, അവാസ്തവം ഞാൻ പറഞ്ഞില്ല. ഒരു കുഴപ്പമില്ല. കേരളത്തിന്റെ കുഞ്ഞാണ്, ഞങ്ങൾ ഇങ്ങനെ പോറ്റി കൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ എടുത്ത് ഒറ്റ ഏറാണ് കേന്ദ്രം പിടിച്ചോന്ന് പറഞ്ഞു. അതാ ചെയ്തത്. സുജയ, എന്റെ ലളിതമായ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമോ? ഈ എഞ്ചിനീയറായ മനോജ് കുമാർ DPR ഫോൾട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. DPR തയ്യാറാക്കുന്നത് ആരാണ്? ആ DPR തയ്യാറാക്കുന്നതിൽ വന്ന അപാകത അത് ഏത് ഉദ്യോഗസ്ഥനാണ്, അത് ആരുടെ ഇടപെടൽ മൂലമാണ് അത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ DPR തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണോ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥനാണോ? NHAയുടെ ഉദ്യോഗസ്ഥനാണ്. അതെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആണല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ ഉത്തരവാദി എങ്ങനെ ആകുന്നത്? അതാ പറഞ്ഞുതരാം. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിയാണല്ലോ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അവിടെയുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ താങ്കൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഈ അവലോകനം ചെയ്യുന്നത്? ഇത് നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുന്നു. അല്ല, അവലോകനം ചെയ്യുമ്പോൾ നിതിൻ ഗഡ്കരി ക്രെഡിറ്റ് ഒന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ. നിതിൻ ഗഡ്കരി പറയട്ടെ നിതിൻ ഗഡ്കരി മുക്കിന് ഫ്ലെക്സ് വെക്കുന്നില്ലല്ലോ. അല്ല, റീൽസ് കേരളം മാറുന്നത് റോഡിന്റെ ഏത് രീതിയിലാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്? നിതിൻ ഗഡ്കരി കേരളത്തോട് എത്ര പോസിറ്റീവായിട്ടാണ് ഇടപെടുന്നത് താങ്കൾക്ക് എന്നെ കൊണ്ട് പൊള്ളും. കേൾക്കൂ, DPRന്റെ ഉദ്യോഗസ്ഥൻ തന്നെ DPR ഫോൾട്ടി ആണെന്ന് ഫോൾട്ടി
ഫോൾട്ടി ആണെങ്കിൽ ആ DPR ഉണ്ടാക്കിയത് NHA. ഞാൻ പറയട്ടെ, DPR ഫോൾട്ടിയാണ്. DPR ഫോൾട്ടിയാണ്. അതുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണ്. നടപടിയെടുത്തത് കേന്ദ്ര സർക്കാരാണ്. കമ്പനിയെ ഡീബാർ ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്. ഇതാണ് എനിക്ക് അവസാനത്തെ വാക്കം ഉത്തരവാദിത്ത സംസ്ഥാന സർക്കാരിനാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ്? പൊതുമരാമത്ത് മന്ത്രി മേനി നടിച്ച് വിവിധ ഡേറ്റുകളിലായിട്ട് പോയി നാട്ടുകാരോട് മൊത്തം പറഞ്ഞതാണ്, അയ്യോ ഞാൻ റോഡ് ഉണ്ടാക്കി, ഞാൻ പൊതുമരാമത്ത് മന്ത്രി റോഡ് ഉണ്ടാക്കി. വിള്ളൽ വീണതിന്റെ ഉത്തരവാദിത്തം ആ കരാറുകാർക്കാണെന്ന് വ്യക്തമാക്കുക, അവർക്കെതിരെ നടപടി എടുക്കുക. ആ ഉത്തരവാദിത്വം KNRനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. കേന്ദ്രത്തിന് മാത്രമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സെൽഫി എടുത്ത 2 ആഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്ത മുഖ്യമന്ത്രിയും വകുപ്പുകളും കൂടിച്ചേർന്ന് എല്ലാം ചെയ്യുന്നുവെന്ന് സുജയ പറയുന്നത് കേട്ടാൽ റീൽസ് എടുക്കുന്നു, ദേശീയപാത പൊളിയുന്നു. കേരളത്തിലെ PWD മന്ത്രി വയ്ക്കുന്നു, ദേശീയപാത പൊളിയുന്നു. ദേശീയപാത പൊളിയാനുള്ള കാരണം PWD മന്ത്രി റീൽസ് ഉണ്ടാക്കിയതാണ് എന്ന് അങ്ങനെയല്ല. ഡോക്ടർ അരുൺ, താങ്കൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രചാരണത്തിനുള്ള ഞാൻ പറയട്ടെ, സുജയ പറഞ്ഞതിനെ വഴിതിരിച്ചുവിടണ്ട, വ്യാഖ്യാനിക്കണ്ട. കേരളത്തിലെ BJP നേതാക്കൾ എന്താ പറയുന്നത് എനിക്കറിയണ്ട. ഞാൻ കൃത്യമായിട്ടുള്ള ആളുകളെ കോട്ട് ചെയ്താണ് പറയുന്നത്. മുഹമ്മദ് റിയാസിനെ മാത്രമല്ല, അതാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിച്ചത് നാട്ടുകാർ മൊത്തം കേട്ടതാ, അത് തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ചത്. വസ്തുത പറയുമ്പോൾ അസ്വസ്ഥതയൊന്നുമില്ല. നിതിൻ ഗഡ്കരിയുടെ വകുപ്പാണ് വകുപ്പാണ് നിലവിൽ ഗതാഗത മന്ത്രാലയം. പ്രധാനമന്ത്രി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലല്ലോ. ആ വകുപ്പിന് കീഴിലാണ് NHA പ്രവർത്തിക്കുന്നത്. ശരിയാണല്ലോ. ഇതിന്റെ DPRന്റെ ഉത്തരവാദിത്വം NHAയ്ക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനുമാണ്. ഇതും ശരിയാണല്ലോ. പിന്നെ ആർക്കാ ഉത്തരവാദിത്വം? ഈ അവലോകനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അപ്പോൾ എവിടുന്ന പൊതുമരാമത്ത് സംസ്ഥാന സർക്കാരിനാണ്. എന്താ അവലോകനം ചെയ്യുന്നത്? യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗുകൾ വേണം. നിങ്ങൾ ഇന്ന സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ടോ, KSEBിയുടെ കണക്ഷൻ പോകുന്നുണ്ടോ, അതൊക്കെ മനസ്സിലാക്കി. അതാണ് അവലോകന യോഗത്തിലുള്ളത്. ചോദ്യം, ജനുവരിയിൽ ഞങ്ങൾ ഈ ദേശീയപാത തുറന്നു കൊടുക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ അതാണ് നിലവിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന സമയത്ത് 5560 രൂപ കറൻസി, കോടി രൂപ എണ്ണി കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വെച്ചിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്, കരാറിന്റെ എഗ്രിമെന്റ്. എന്താ എഗ്രിമെന്റ്? 2026 ജനുവരി മാസത്തോടുകൂടി 567 കിലോമീറ്റർ സ്ട്രെച്ച് പൂർത്തിയാക്കണമെന്ന് പറയുന്ന എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് ആണ് റിയാസ് പറഞ്ഞത്. പക്ഷേ റിയാസ് പറഞ്ഞത് ഞാൻ തുറന്നു കൊടുക്കും. ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞ വാചകം കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പദ്ധതി 2026 പുതുവർഷ സമ്മാനമായി നമുക്ക് ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണെങ്കിൽ, അതിൽ നിർമ്മാണം നടത്തിയത് കേന്ദ്ര സർക്കാരാണെങ്കിൽ അത് നാടിന് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്നായിരിക്കും. ഒരു സംശയം വേണം. ഞാനിതൊന്ന് തീർത്തോട്ടെ. ഈ 12 ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്മാർട്ട് സിറ്റി റോഡ് ഉണ്ടല്ലോ, സ്മാർട്ട് റോഡ് 12 എണ്ണം, അത് ഒറ്റ പോയിട്ടേ ഉള്ളൂ. ഈ സ്മാർട്ട് സിറ്റി ഫ്ലക്സിൽ കയറി കൂടിയതും ഒറ്റ പൈസ പോലും മുടക്കാത്ത ഒരു വകുപ്പിന്റെ മന്ത്രിയായിട്ടാണ്. അവിടെ 32 തദ്ദേശ മന്ത്രി എവിടെ? തദ്ദേശ മന്ത്രിയുടെ തല പോയിട്ട് ഒരു കൈ പോലും ഇല്ല. കേരള സംസ്ഥാന എന്നതാണ് സുജയുടെ എടുത്തോണ്ട് പോയി. സുജയ ദേശീയപാതയിലെ വിള്ളലാണ്, സുജയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. പറഞ്ഞ ഫോൾട്ടാണ്. ആ DPR പ്രോജക്ട് ഉണ്ടാക്കിയത് NHA ആണ്. അതിന് നേതൃത്വം കൊടുത്തത് കേന്ദ്ര
ശരി. അല്ല ഒരു മിനിറ്റ്, 5800 കോടി രൂപ കേരള സർക്കാർ കേന്ദ്രത്തിൽ കൊടുത്ത സമയത്ത് ഒരു മിനിറ്റ് കേരള സർക്കാർ അധികമായി കൊടുത്തതാ. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങിയിട്ടില്ല. അല്ല ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ വാങ്ങിയിട്ടുണ്ടോ? വെച്ച് താമസിപ്പിക്കില്ല. ആരാ വെച്ച് താമസിപ്പിച്ചത്? LDF സർക്കാർ. അതിവിടെ UDF സർക്കാരിന്റെ ആ, മാറി മാറി ഭരിച്ച അത് ഇന്ത്യ UDF സർക്കാരിന്റെ തോന്നണം. മാറി മാറി ഭരിച്ച അത് ഇന്ത്യ LDF മുന്നണി. സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല. ഇന്ത്യ മുന്നണി. അത് ഇന്ത്യ മുന്നണി ഒന്നും അല്ലത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒന്നുമില്ല. 5800 കോടി രൂപ കൊടുത്ത കേരള സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു എഗ്രിമെന്റ് വെക്കുന്നു. മൊത്തം കൊടുത്തിട്ട് 5500 ആയിക്കോട്ടെ, എത്രയിലാട്ടെ, 5000 മേലെ കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് വെക്കുന്നു. 2026 ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിച്ച് കൊടുക്കാം എന്നുള്ള എഗ്രിമെന്റ് പുറത്താണല്ലോ. ആ കാര്യം മുഹമ്മദ് റിയാസ് പറയുന്നത്. നിങ്ങൾ 2026 ഈ പറഞ്ഞ ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാത്ത ഹൈവേ ഉണ്ടാക്കി കൊടുത്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. സ്മൃതിയുടെ പ്രശ്നം റീൽസും ഫ്ലെക്സും വെച്ചത്, സുജയുടെ പ്രശ്നം മേനി പറഞ്ഞു പ്രസംഗിച്ചത്, വിള്ളൽ വീണതിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ധാർമ്മികമായ ഉത്തരവാദിത്വം. റീൽസിൽ പറഞ്ഞ കാര്യങ്ങൾ, റീൽസ് ആണോ അത് ബൈറ്റ് ആണോ, അത് അവിടെ പോയി എടുത്തിരിക്കുന്ന വീഡിയോസ് ആണോ, എന്തായാലും റീൽസ് എന്ന വാക്കിൽ ഒതുക്കണ്ട. ഈ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ ഞങ്ങളിതാ നടപ്പാക്കുന്നു, ഞങ്ങൾക്ക് തുല്യ ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളിതാ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഇതാൽ പ്രവർത്തിക്കുന്നു, ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തുനിന്നാണ് എനിക്കിതിൽ പങ്കില്ല എന്ന രൂപത്തിലേക്ക് മാറുന്നത്. 100% അല്ല. അത് കേൾക്കുന്നവർക്ക് ദഹിക്കില്ല, സാധാരണ ജനങ്ങൾക്ക് ദഹിക്കില്ല, സാധാരണ ജനങ്ങൾക്ക് ദഹിക്കില്ല. കാരണം ആ റോട്ടിലൂടെ പോകുന്ന അടുത്ത് എല്ലാവരും കാണുകയെന്ന് തന്നെയാണ് എനിക്ക് താങ്കളോടും പറയാനുള്ളത്. എല്ലാവരും കാണുക ഉത്തരവാദിത്വങ്ങൾ ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം സാങ്കേതികത്വത്തിൽ ഒതുക്കാനാവില്ല. സാങ്കേതിക വിഷയം സാങ്കേതികമായി താങ്കൾ പറയുന്നത് ശരിയാണ്. സാങ്കേതികമായി താങ്കൾ പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇനി ഈ വിള്ളലുള്ള റോഡുമായി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പുതിയ ഹോർഡിങ്ങുമായിട്ട് വരുമോ എന്നാണ് അറിയേണ്ടത്. 2016 തറക്കല്ലിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയാതെ പോയതിന്റെ ദുഃഖം ഈ പദ്ധതി നടപ്പിലാക്കിയ LDF സർക്കാരിനോട് പ്രതിപക്ഷം തീർക്കുന്നത് എന്താണ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2013 വന്ന കോമ്പൻസേഷൻ ആക്ട് സ്മൃതി തന്നെയാണല്ലോ പറഞ്ഞത്. ആ UDF സർക്കാർ എത്ര കാലം കൂടെ ഉണ്ടായിരുന്നു? 2013 കോമ്പൻസേഷൻ അതിന്മേൽ ചർച്ച വന്നു. ആദ്യം 10,000 എന്നുള്ളത് 1,00,000 ആകുന്നു. അതൊക്കെ ചർച്ചകളിലൂടെ പിന്നെയും മുന്നോട്ട് പോയിട്ടാണ്. ഇല്ല സ്മൃതി, 2013 സെപ്റ്റംബർ മാസത്തിൽ അല്ലല്ല 2013 സെപ്റ്റംബർ മാസത്തിൽ കോമ്പൻസേഷൻ ആക്ട് നിലവിൽ വരുന്നു. ആ കോമ്പൻസേഷൻ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞിട്ടും 2 വർഷക്കാലം വീണ്ടും ഭേദഗതികൾ വേണ്ടി വന്നു. ആക്ടിലെ തുക പിന്നെയും കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ഭേദഗതി വന്ന ശേഷമാണ് അവിടെയാണ് നോക്കൂ. 2013 നിലവിൽ വന്ന കോമ്പൻസേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതിൽ ഭേദഗതികൾ വന്നിട്ടുണ്ടാവും, കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ടാവും. അതേ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്മൂത്തായത് എന്ന് പറഞ്ഞാൽ ജനത്തിന് ഭൂമി വിട്ടുകൊടുത്തവർക്ക് അവർക്ക് അർഹമായ തുക കിട്ടിയപ്പോൾ അവർ സമ്മതിച്ചു. അർഹമായ തുക 30 മീറ്ററിൽ പൂട്ടിപ്പോയ UDFന് 45 മീറ്റർ തുറന്നു കൊടുത്ത പാതയിൽ ഒരവകാശവും ഇല്ലെന്നും അതിന്റെ അവകാശം LDFന് കണ്ടില്ലല്ലോ. 100% എന്താണ് ഉന്നയിക്കാൻ കഴിയില്ല. താങ്കൾക്ക് നീട്ടാൻ തോന്നുമ്പോഴത്തേക്ക് അപ്പോ ഈ 2025 മാർച്ച് 11 നിയമസഭയിൽ ഈ പൊതുമരാമത്ത് മന്ത്രി ഒരു കാര്യം പറഞ്ഞായിരുന്നു. മൂത്തകുന്ന ഇടപ്പള്ളി റീച്ചിൽ കൂടുതൽ അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് UDF ഒരു സമരം നടത്തിയപ്പോൾ അതിന് സഭയിൽ പോയി മന്ത്രി സഭയിൽ ചോദിക്കാതെ തന്നെ പറഞ്ഞ ഒരു മറുപടിയിലെ ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മരണപ്പെട്ട പദ്ധതിക്ക് ജീവൻ വെപ്പിച്ചതും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിണറായി വിജയൻ. അപ്പോൾ ഈ പദ്ധതിയിൽ വിള്ളൽ വീഴുമ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉത്തരവാദിത്തം പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരനെ NHA പിടിച്ചങ്ങ് സസ്പെൻഡ് ചെയ്യും. അല്ല, അവർ നടത്തിക്കോളും. ദേശീയപാത അതോറിറ്റിക്ക് അറിയാം. Meet the editors.